സ്ത്രീകളോട് വലിയ ക്രൂരത കാണിച്ചു ഇസ്ലാം എന്നാണ് ചിലരൊക്കെ പുരപ്പുറത്ത് കയറി കൂവുന്നത്. ഇസ്ലാം വിളിക്കുന്നു, സ്ത്രീകളെ സുരക്ഷ വേണോ, ഖുർആനിലേക്ക് മടങ്ങിക്കോ. സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് ഖുർആൻ വിളിച്ചു പറയാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ട നിയമങ്ങൾ ഇവിടെയാണ്, ഇതിൽ അതിന് വിരുദ്ധമാണ് എന്ന് പറയുന്നവർ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ രൂപത്തിലുള്ള ആദരവാണ് ഇസ്ലാം നൽകിയത്. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന് പുരുഷ ശരീരത്തെ അപേക്ഷിച്ച് അതിൻ്റെ ഹോർമോണുകളിലാണെങ്കിലും രൂപഭാവങ്ങളിലാണെങ്കിലും ആകർഷണീയതയിലാണെങ്കിലും അതിൻ്റെതായ നേർമ്മയിലാണെങ്കിലുമൊക്കെ പ്രകൃത്യാ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബോഡി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചില ഭാഗങ്ങളൊക്കെ ചിലരിൽ നിന്ന് മറച്ചു വെച്ച് നിങ്ങൾ ജീവിക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആളുകൾ വരും, ഇല്ലെങ്കിൽ നിങ്ങളെ ബലാത്സംഗം ചെയ്യാനും നിങ്ങളെ കയറി പിടിക്കാനുമൊക്കെ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ അലങ്കാരങ്ങൾ നിങ്ങൾക്ക് വിഹിതമായി അനുവദിക്കപ്പെട്ടു തരുന്ന ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ നിങ്ങൾ വെളിവാക്കുവാൻ പാടില്ല. അതുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് പർദ ഇസ്ലാം നിർബന്ധമാക്കിയത്. പർദ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വേഷത്തെയല്ല ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൻ്റെ നിമ്നോന്നതികൾ അന്യപുരുഷന് കണ്ട് ആസ്വദിക്കാനാവാത്ത നിലക്ക് മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രധാരണ രീതി, അത് സ്ത്രീക്ക് അവഹേളനമല്ല, അവൾക്ക് അഭിമാനമാണ്, അവൾക്ക് ആദരവാണ്. പെണ്ണിനെ അപമാനിക്കാനല്ല പർദ, പെണ്ണിനെ അവഹേളിക്കാനല്ല പർദ, അവളെ ആദരിക്കാനാണ്, അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിന്റെ വിളിയാളം നോക്കൂ, യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട്, അങ്ങയുടെ പെൺമക്കളോട്, അല്ലാവനിസായിൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും സ്ത്രീകളോട് പറഞ്ഞേക്കൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മേൽവസ്ത്രങ്ങൾ അവർ മാറിലൂടെ താഴ്ത്തിയിടട്ടെ എന്നിങ്ങനെ വിശദമായി അതിൻ്റെ തുടർന്നുള്ള വചനങ്ങളിലും പറയുന്നുണ്ട്. അവരുടെ അലങ്കാരങ്ങൾ പുറത്തേക്ക് കേൾക്കുന്ന നിലക്ക് കാലുകൾ കൊണ്ട് പാദസരത്തിൻ്റെ കിലുക്കം പോലും കൊട്ടി പുറത്ത് കാണിച്ച് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരവസ്ഥയിലേക്ക് അന്യപുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിൽ നിങ്ങൾ നടന്നു പോകരുത്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും തേൻ പുരട്ടി സംസാരിക്കാതിരിക്കാൻ നോക്കണം. എല്ലാവരും ഒരേ തരക്കാരാവില്ല. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ആ സംസാരത്തിൽ ചില മാനസിക രോഗമുള്ള പുരുഷന്മാർക്ക് ചില ദുഷിച്ച വാസനകൾ, ചില ദുഷിച്ച ചിന്തകൾ മുളപൊട്ടുവാൻ കാരണമായേക്കുന്ന വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കരുതേ. അത് നിങ്ങളുടെ പാരതന്ത്ര്യമല്ല, നിങ്ങളിൽ അവരുടെ ഒരു കാമനോട്ടം വരാതിരിക്കാനാണ്. അതേ അവസരത്തിൽ നല്ല വാക്കുകൾ നിങ്ങൾ പറയുകയും വേണം. ഇതൊക്കെ സ്ത്രീകളോട് പറഞ്ഞതെന്തിനാ? അവരുടേതായ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെയാണ്. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയും ഒരിടത്തും തനിച്ചാവാൻ പാടില്ല. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയെ വഴിവിട്ട നിലക്കുള്ള നോട്ടം നോക്കാൻ പാടില്ല. കാരണം അനാവശ്യമായ നോട്ടം കണ്ണിൻ്റെ വ്യഭിചാരമാണ്, അനാവശ്യമായ സംസാരം നാവിൻ്റെ വ്യഭിചാരമാണ്, അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കൽ, അശ്ലീലതകൾ കേട്ട് ആസ്വദിക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്. എത്രയെത്ര നിയമങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചത്. കണ്ണുകൾ നിങ്ങൾ താഴ്ത്തണം, പുരുഷനോടും പറഞ്ഞു, സ്ത്രീയോടും പറഞ്ഞു. ഇതൊക്കെ എന്തിനാ? ആ സ്ത്രീകൾ സമൂഹത്തിൽ മാന്യകളാണെന്നറിയപ്പെടാനാണ്. വലായുദൈൻ, അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനുമാണ്. അടിവരയിട്ടോ, അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനാണ് ഈ നിയമങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. ഇവര് പറയുന്നു പെണ്ണിനെ പീഡിപ്പിക്കണേ, പർദ്ദ നിർബന്ധാക്കിയിട്ട് പെണ്ണിനെ പീഡിപ്പിക്കണേ. അള്ള വിളിച്ചു പറയുന്നു പെണ്ണിനെ പീഡിപ്പിക്കാനല്ല, പെണ്ണിനെ പീഡിപ്പിക്കാതിരിക്കാനാണ്. അതുകൊണ്ടല്ലേ സിനിമാ നടീ നടന്മാർക്ക് പോലും തോന്നിയ കാലമാണ്. എത്രയെത്ര വാർത്തകൾ പുറത്തേക്ക് വന്നു. ലോകത്ത് മീ ടു എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന് പോലും സിനിമാ നടിമാര് നടത്തി. മീ ടു
എന്നെയും ആക്രമിച്ചിട്ടുണ്ട്. എനിക്കും പറയാനുണ്ട്, എന്നെയും ആ നടൻ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ പ്രൊഡ്യൂസർ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ സംവിധായകൻ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ സഹനടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാനുമുണ്ടത് പറയാൻ എന്നിങ്ങനെ പറഞ്ഞ് മീ ടു ക്യാമ്പയിൻ ആരംഭിച്ചു. നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് ആളുകളുടെ പേരിൽ കേസുകൾ ഉണ്ടായി. എവിടുന്നാ നോക്കണം? ചെളിക്കുണ്ടിൽ നിന്നാണ് നാറ്റത്തിന്റെ കംപ്ലൈന്റ് വരുന്നത്. ഇറങ്ങി നിൽക്കുന്നത് ചെളിക്കുണ്ടിൽ. ആ ചെളിക്കുണ്ട് എന്ന് പറയുന്നത് മാലിന്യത്തിന്റെ ചെളിക്കുണ്ടാണ്. അതിലിറങ്ങി നിൽക്കുന്നവന് പോലും സഹിക്കാഞ്ഞിട്ടവൻ മൂക്കുപൊത്തിയിട്ട് പറയുന്നു, നാറ്റം നാറ്റം. ആകെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും ആവശ്യമായ വേഷവും ഡാൻസും കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലൊക്കെ നടത്തുന്ന മേഖലയിൽ നിന്നിട്ടാ പറയണത് സഹിക്കാൻ പറ്റണില്ല. അതാ ഖുർആൻ വിളിക്കുന്നത്, പെണ്ണേ അടങ്ങി ഒതുങ്ങി നിന്നോ, നിന്റെ സുരക്ഷക്കാണീ പറയുന്നത്.